ഹലോ, അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, നമ്മൾ ടെസ്റ്റ് നടക്കുന്ന ഭാഗത്തു നിന്ന് പോകുമ്പോൾ ഈ ഒരു 40 to 45 വണ്ടി ഓടിക്കുക. 40 ആണ് സ്പീഡ് ലിമിറ്റ്. ഇതിൽ 45 ഓടിച്ചാലേ വണ്ടി ഓടിച്ച പോലെ അവർക്ക് കാണുള്ളൂ. ഓക്കെ, നമ്മൾ വരുന്ന വഴിയിൽ ഈ ട്രാക്കിൽ നിന്ന് നമുക്ക് സ്ട്രൈറ്റ് സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് പോകാൻ പറ്റും. നിർത്തിയിട്ട് നമ്മൾ റൈറ്റ് എടുക്കുമ്പോൾ ലോങ് ലൈൻ ശ്രദ്ധിക്കണം, ടച്ച് ആകാൻ പാടില്ല. റൈറ്റ് എടുക്കുമ്പോൾ ലെഫ്റ്റ് നല്ലോണം ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യുക. അതായത് ലെഫ്റ്റ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ വരുന്ന വഴി കാണും. ഇവിടെ സിഗ്നലിൽ വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ഇവിടെ നോക്കി ഒരു ലോങ് ലൈൻ കാണും. ഇത് എല്ലാവരും ഇവിടെ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോകും. ഇവിടെ കട്ട് ചെയ്ത് പോകരുത്. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ സെൻറ്റർ മിറർ നല്ലോണം ചെക്ക് ചെയ്യുക. ലെഫ്റ്റ് ഷോൾഡർ ഒന്ന് എന്ത് ചെയ്യുക, ബ്ലൈൻഡ് സ്പോട്ട് തിരിഞ്ഞ് നോക്കി ചെക്ക് ചെയ്യുക. അവിടെ വെയിറ്റ് ചെയ്യുക. വണ്ടി പോയി കഴിഞ്ഞാൽ സിഗ്നൽ ബന്ധായി കഴിഞ്ഞാൽ പിന്നെ ഈ നിൽക്കുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്ന് അവിടെ നിന്ന് വരുന്ന പള്ളിയിൽ നിന്ന് വരുന്ന മസ്ജിദിൽ നിന്ന് വരുന്ന യൂട്ടണിലാണ് വണ്ടികൾ വരിക അല്ലേ. അപ്പോൾ ഈ വണ്ടി പോകുമ്പോൾ നോക്കി സെൻറ്റർ മിറർ നോക്കുക, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക, ലെഫ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട് ഒന്ന് ഫുള്ള് ലെഫ്റ്റ് മിറർ നോക്കി ചെക്ക് ചെയ്തിട്ട് അല്ല വലിയ ലൈന് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് മേലെ കയറുക. തിരിച്ചുള്ളിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടി സെൻറ്റർ മിറർ ചെക്ക് ചെയ്തിട്ട് നോക്കുക. ഇപ്പോൾ ഫ്രണ്ടിൽ അതാ ഒരു വണ്ടി കയറുന്നുണ്ട്, എക്സിലേറ്റർ വിട്ട് കൊടുക്കുക, ചെറിയൊരു ബ്രേക്ക് വേണമെങ്കിൽ. ഓക്കെ, പിന്നെ ഈ റോഡ് 60 സ്പീഡ് ലിമിറ്റ്. പക്ഷേ ഇവിടെ മുന്നിൽ ഒരു പെഡസ്ട്രിയൻ ഉണ്ട്, സീബ്ര. രണ്ട് സൈഡും തല ഹെഡ് ഷേക്ക് ചെയ്ത് നോക്കിയിട്ട് മെല്ലെ മൂവ് ആക്കുക. ഇതിൻ്റെ മുകളിൽ എക്സിലേറ്റർ കൊടുക്കരുത്, അസാൾട്ട് ഇടുക, ഒരു ചെറിയ ബ്രേക്ക്, മെല്ലെ മൂവ് ആക്കുക. പിന്നെ ഈ റോഡ് മാക്സിമം 60 പിടിക്കാൻ പറ്റും. ഓക്കെ, സെൻറ്റർ മിറർ ചെക്ക് ചെയ്യുക, ലെഫ്റ്റ് റൈറ്റ് മിറർ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ എക്സിറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, ഇൻ്റർസെക്ഷൻ വരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ടെസ്റ്റിന് ഏത് ഭാഗത്ത് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ റൗണ്ട് അബൌട്ട് നമുക്ക് സൈൻ ബോർഡ് അതിൻ്റെ ഇത് കുറച്ച് മുന്നേ കാണും നമുക്ക് ഉണ്ടല്ലേ. ഇതൊക്കെ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാ സമയത്തും ഈ ഭാഗം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. മുന്നിൽ വണ്ടിയുണ്ട്, കുറച്ച് മുന്നേ എക്സിലേറ്റർ ആദ്യം കാലെടുക്കുക. വേഗം വണ്ടികൾ കാണും, ബ്രേക്ക് ചെയ്യരുത്. ചെറിയൊരു എക്സിലേറ്റർ കൊടുക്കുക, എക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുക. നമ്മൾ റൈറ്റാണ് പോകുന്നുണ്ടെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക. ഓക്കെ, ലൈന് ചേഞ്ച് ചെയ്യാൻ കുറച്ച് മുന്നേ ഒരു 100 മീറ്റർ മുന്നേ ചേഞ്ച് ചെയ്യണം. യൂട്ടേൺ ലെഫ്റ്റ് അവർ പറയുകയാണെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഫുള്ള് ഒന്ന് ശ്രദ്ധിച്ച് തിരിഞ്ഞ് നോക്കുക. പിന്നെ നമുക്കൊരു പോയിൻ്റ് എക്സിലേറ്റർ. റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് വരില്ലേ 30. ഓക്കെ, അതേ ലെവലിൽ വന്ന് റോഡൊന്ന് ചെരിവ് തിരിഞ്ഞ് കഴിഞ്ഞ പാടൊന്ന് സെൻറ്റർ മിറർ നോക്കുക. എന്നിട്ട് പെഡസ്ട്രിയൻ്റെ ബോർഡ് ഉണ്ടായിരുന്നു റൈറ്റ് സൈഡിലുണ്ട്, ഒരു റെഡ് കളറിൽ. ആ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ടയർ, അതായത് ആ വണ്ടിയുടെ ബാക്കത്തെ ടയർ മൊത്തം കാണുന്ന രീതിയിൽ വണ്ടി നിർത്തിയിടുക. പിന്നെ വണ്ടി പോകണമെന്ന് മൂവ് ആക്കിയാൽ മതി. സ്പീഡ് ലിമിറ്റ് നോക്കി നോക്കിയും ഈ സ്പീഡ് നിങ്ങൾ ലിമിറ്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്പീഡ് ലിമിറ്റ് എപ്പോഴാണ് ബോർഡ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഉണ്ടല്ലേ, ഇപ്പോൾ പെഡസ്ട്രിയനാണ്, ഹെഡ് ഷേക്ക് ചെയ്ത് ലെഫ്റ്റും റൈറ്റും നോക്കുക, ആളുണ്ടോയെന്ന്. ആളുണ്ടെങ്കിൽ നിർത്തി കൊടുക്കുക, അസാൾട്ട് ഇടുക. സ്പീഡ് ബ്രേക്ക് താഴത്ത് ഇറങ്ങി കഴിഞ്ഞ പാട് മെല്ലെ ഒരു പോയിൻ്റ് എക്സിലേറ്റർ കൂട്ടുക. ഫ്രണ്ടിൽ വണ്ടി പോണ സ്പീഡിനനുസരിച്ച് അതിന് വേഗം അതിൻ്റെ ബാക്ക് സൈഡ് പോയി ടച്ച് ചെയ്ത് പോണ പോലെ പോകരുത്. ഈ റോഡൊക്കെ 70 റോഡാണല്ലേ. പരമാവധി ഈ റോഡൊക്കെ കിട്ടി കഴിഞ്ഞാൽ 70 തന്നെ വണ്ടി ഓടിക്കണം. ഇതിൽ നിങ്ങൾ 40-50 ഓടിച്ച് കഴിഞ്ഞാലൊന്നും ടെസ്റ്റ് കിട്ടില്ല. ഓക്കെ, റൈറ്റ് സൈഡിലൊക്കെ സൈൻ ബോർഡുകളൊക്കെ ശ്രദ്ധിക്കും ഉണ്ടല്ലേ, ഒരു ഏരിയയുടെ ഇതും. റൈറ്റ് സൈഡിൽ അധികം വണ്ടികൾ പാർക്കിംഗ് റിവേഴ്സ് വരുമ്പോൾ അത്യാവശ്യം വണ്ടി റോഡിൽ ഇറങ്ങുകയാണെങ്കിൽ അസാൾട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വണ്ടി നിർത്തി കൊടുക്കണം. ഇപ്പോൾ ലൈന് ചേഞ്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലൈന് ചേഞ്ച് ചെയ്തില്ല. ആദ്യം സെൻറ്റർ മിററും ലെഫ്റ്റും ഷോൾഡറും ചെക്ക് ചെയ്തിട്ട് വേണം ഉള്ളിൽ വരാൻ. പിന്നെ സെൻറ്റർ മിറർ ചെക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ ആ സെൻറ്റർ മിറർ എപ്പോഴും ബിഫോറായിട്ട് ചെക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യുക, വണ്ടി ക്ലിയർ ആയിട്ട് ഓടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ നമ്മൾ ഫാസ്റ്റ് ട്രാക്കിലാണ് പോകുന്നത്. ഈ ട്രാക്കിൽ ഡ്രൈവിങ് പഠിക്കുന്ന ആൾക്കാർക്ക് അധികം ഓടിക്കാൻ അലോഡില്ല. ടെസ്റ്റിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഇവർക്ക് ഒരു നോർമൽ ഡ്രൈവ് പഠിപ്പിക്കുകയാണ്. നമ്മൾ പുറത്തുകൂടെ ഓടിക്കുന്നത് എങ്ങനെയാണ്, വണ്ടികൾ പോകുന്നത് എങ്ങനെയാണെന്നുള്ള കാണിച്ചു കൊടുക്കാനുള്ള ഡ്രൈവാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം ലൈന് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ട്രാക്കിൽ നിന്ന് പോകുമ്പോൾ റൈറ്റ് മാറുകയാണെങ്കിൽ സെൻറ്ററും റൈറ്റ് മിറർ ഷോൾഡർ ചെക്ക് ചെയ്ത് ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ട്രാക്ക് മാറാൻ. ഓക്കെ, ഇതിപ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ജസ്റ്റ് വണ്ടി സ്പീഡ് പോകുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി ഈ ട്രാക്കിൽ പോകുമ്പോൾ സെൻറ്റർ മിറർ ശ്രദ്ധിക്കുക. എപ്പോഴും ഏതെങ്കിലും എമർജൻസി വെഹിക്കിളോ പോലീസ് വെഹിക്കിളോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലൈന് മാറിക്കൊടുക്കണം. അതേപോലെ വേറെ ഏത് വെഹിക്കിളാണെങ്കിൽ നമുക്ക് ഈ ലൈനിൽ നിന്ന് പഠിക്കാലോടില്ല, ലൈന് മാറിക്കൊടുക്കാനാണ്. അപ്പോൾ അവർക്കൊരു ജസ്റ്റ് ഒരു അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രൈവ് കാണിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ടെസ്റ്റ് നമുക്ക് റൈറ്റ് ട്രാക്ക് പിടിച്ച് തന്നെ പോകാൻ പാടുള്ളൂ. യൂട്ടേൺ ലെഫ്റ്റ് അടിക്കാൻ വേണ്ടി റൈറ്റ് ട്രാക്ക് യൂസ് ചെയ്യുക. തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ട്രാക്കിലേക്ക് തന്നെ വരും വേണം. ഓക്കെ, ഈ ബ്ലാക്ക് വണ്ടി റൈറ്റ് സൈഡിൽ പോകുന്ന വണ്ടിക്ക് നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ആ വണ്ടി ഫുള്ള് സെൻറ്റർ മിററിൽ കാണണം. എന്നാൽ അതേ സ്പീഡിൽ എന്ത് ചെയ്യണം, ഉള്ളിൽ കയറാൻ. സ്പീഡ് വിട്ടിട്ട് കയറാനും പാടില്ല. ഓക്കെ, ഇതേ റോഡ് തന്നെയാണ് അധികം നമ്മൾ ലൈസൻസ് കിട്ടിയാലും ഓടിക്കാനുള്ള റോഡുകളൊക്കെ. അപ്പോൾ പരമാവധി മിററുകളൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. പാർക്കിംഗ് വരുന്ന ആൾക്കാർ വണ്ടികൾ റിവേഴ്സ് ലൈറ്റൊക്കെ ഈ ഏരിയയിലൊക്കെ റിവേഴ്സ് ലൈറ്റ് കത്തുന്നത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതാക്കി കൊടുക്കുക. ഇത് ഫിഷ് മാർക്കറ്റിൻ്റെ സൈഡിൽ എപ്പോഴും ഈ ബ്രിഡ്ജിൻ്റെ താഴെ ഒരുപാട് വണ്ടികൾ റിവേഴ്സ് ഇടും. വരുന്നത് കുറച്ച് മുന്നേ നോക്കി വരിക. ഓക്കെ, പരമാവധി സ്പീഡ് ലിമിറ്റ് അനുസരിച്ചിട്ട് വണ്ടി ഓടിക്കുക. ഓക്കെ, താങ്ക് യു.